മഴക്കാലത്ത് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് ഭൂതത്താൻകെട്ട്. അവിടെ ഭൂതമൊന്നുമില്ല, പക്ഷെ വേറൊരു സാധനമുണ്ട്. അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. ഒരാന കുത്താൻ വന്നാലോ ഓടും. എന്നാൽ നമ്മുടെ മനസ്സിന്റെ ശക്തി നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ പേടിക്കില്ല. ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ സംഭവം അങ്ങനെയൊക്കെയാണെങ്കിലും ആനയെ കണ്ടു പേടിച്ച് ഞങ്ങളൊക്കെ അവിടുന്ന് സ്ഥലം വിട്ടു. അതുകൊണ്ട് വേറെ റൂട്ട് പിടിച്ചു. മഴക്കാലം ആയതുകൊണ്ട് തന്നെ റോഡ് ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ ഇതിലൂടെ പോകുന്നവർ സൂക്ഷിച്ചു പോവുക. പറയുമ്പോൾ പേര് ഭൂതത്താൻകെട്ടുന്ന, പക്ഷേ ഇതിൻ്റെ യാത്ര എന്ന് പറയുന്നത് കയറ്റം കയറിക്കൊണ്ടിരിക്കുക, മേലോട്ട് സ്വർഗത്തിലേക്കുള്ളൊരു യാത്ര പോലെ തോന്നും. പണ്ടാരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന്. അതേ അവസ്ഥയാണ്. നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊന്നും ഈ ഏരിയയിലില്ല. പിന്നെ കുറേ ദൂരത്തേക്ക് പെട്രോളും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ പോകുന്നവരെല്ലാവരും ഫുൾ ടാങ്ക് അടിച്ചിട്ട് വേണം പോകാൻ. ഫൈനലി വി റീച്ച് ദ ഡെസ്റ്റിനേഷൻ. പുഴയും വാട്ടർഫോൾസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത്. നീന്താൻ അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒട്ടും ആഴമൊന്നുമില്ല. ഇങ്ങനൊരു ഡെസ്റ്റിനേഷനിലേക്ക് റൈഡ് വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പോകുന്ന വാഹനം കാറാണെങ്കിലും ശരി ബൈക്കാണെങ്കിലും ശരി പുഴയുടെ അരികത്ത് വരെ എത്താൻ പറ്റും. അതൊരു സ്പെഷ്യൽ സുഖമാണ്. നിങ്ങളിൽ ആർക്കൊക്കെ മഴയത്ത് ഐസ്ക്രീം കഴിക്കുന്ന ശീലമുണ്ട്? അതുപോലത്തെ ഒരു സംഭവമാണ്. മഴക്കാലത്ത് പുഴയിൽ വാട്ടർഫോൾസിൽ വെള്ളത്തിൽ കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. പിന്നെ വണ്ടി എടുത്ത് പുഴ മുറിച്ച് കിടക്കാനൊന്നും ആരും ശ്രമിക്കരുത്. ഇതിലുള്ള പാറകളെല്ലാം നല്ല സ്ലിപ്പറിയാണ്. അപ്പോൾ പിന്നെ വീഴാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ കൂടെ വന്ന ഒരു റൈഡർ ഒന്ന് ശ്രമിച്ചു നോക്കി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് ഫ്ലോപ്പായി. അപ്പോൾ കുളിസിയും തുടങ്ങാല്ലേ. വെള്ളത്തിന് വിചാരിച്ചത്ര തണുപ്പൊന്നുമില്ല. പിന്നെ ഒരുപാട് ചെറിയ മീനുകളുണ്ട്. അതുകൊണ്ട് ഒരു ഫിഷ് പെഡിക്യൂർ ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടി. കൂടെ വന്നവർക്കൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ. പക്ഷേ ഞാൻ ആരെയും കാത്തു നിന്നില്ല. വെള്ളം കണ്ടതോടുകൂടി ഞാൻ ചാടി ഇറങ്ങി. അങ്ങനെ വെള്ളത്തിൽ റിലാക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇൻസ്റ്റയിൽ ഒരു ചെറിയ പയ്യൻ്റെ റീൽസ് കണ്ടത് ഓർമ്മ വന്നത്. അത് കേട്ടപ്പോൾ പിന്നെ ഹലോ ഗൈസ്, നമ്മൾ കുളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കൊല്ലങ്ങളായിട്ട് വെള്ളത്തിൽ കിടക്കുന്ന മീനിന് ഇത്ര നാറ്റം. അപ്പോൾ പിന്നെ നമ്മൾ കുളിച്ചിട്ടുന്ന കാര്യം, ശരീരത്തിലുള്ള കച്ചറ പോയി കഴിഞ്ഞാൽ കച്ചറേന്റെ ഭാരം കുറഞ്ഞ് നമ്മളെ വെയിറ്റ് കുറഞ്ഞ് നമ്മൾ ഇല്ലാണ്ടായി പോകും. ആരും കുളിക്കണ്ട. അപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. ഈ പയ്യൻ്റെ റീൽസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുളിക്കാൻ ആരും ഇറങ്ങാതിരുന്നത്. എന്നാൽ പിന്നെ ഞാനും കുളി മതിയാക്കി. ഭാരം കുറഞ്ഞു എന്നൊരു സംശയം. അപ്പോൾ വെള്ളത്തിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാരം കുറയും ചെയ്തു, നല്ല വിശപ്പുമായി. ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ നല്ലൊരു ഫുഡുള്ള സ്ഥലം കണ്ടുപിടിക്കണം. കുറഞ്ഞ ഭാരം കൂട്ടണ്ടേ. അപ്പോൾ ഇതുപോലെ മനോഹരമായ ഡെസ്റ്റിനേഷൻസ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും, ഞാനും ഒന്ന് പോയി കാണട്ടെ. നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ റൈഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ CCRൽ ജോയിൻ ചെയ്യൂ കേട്ടോ. My bike is everything to me. My bike is my gym, my church, and my wheelchair. My bike is everything that I believe in, everything that's going on at the biosphere. It's science, it's technology, it's the future, engineering, metallurgy, you name it, it's right there on my bike. My bike is the most important, valuable thing that I have.